ഇന്ത്യൻ ആർക്കിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 2019 വലതുപക്ഷ നേരത്തെ ആയിരുന്നു, അതായത് ഹിന്ദു ലീഡറായിരുന്ന ദീൻ ദയാൽ ഉപാധ്യായ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഗ്രേറ്റർ നോയിഡയിൽ 25 ഏക്കർ ക്യാമ്പസ് തുടങ്ങി. അതായത് ഇന്ത്യയെ ഉണർത്താൻ വേണ്ടി തുടങ്ങിയ സാധനമാണ്. പ്രധാനമന്ത്രി മോദിയാണത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് 2019. 298 കോടി രൂപ കൊടുത്തുണ്ടാക്കിയ ക്യാമ്പസ് 2019. ഇന്ന് 2026. ഇന്നും ആ ക്യാമ്പസിൽ ആകെ 15 കുട്ടികളേ ഉള്ളൂ. അപ്പം ഹിന്ദു ഉണർന്നതാണ് ഈ സംഭവം. ഇന്ത്യൻ ആർക്കിയോളജി ഒരു ഹിന്ദു ആർക്കിയോളജിയാണ്. അതുപോലും പഠിക്കാൻ ഇന്ത്യയിലെ ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസിൻ്റെ കുടുംബത്തിൻ്റെ ആൾക്കാരില്ല. അത് വെറും ഒരു ഗോസ്റ്റ്, ഒരു പ്രേത മന്ദിരമായിട്ട് ഇത് ഇങ്ങനെ കിടക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിനെ കൃത്യമായിട്ടറിയാം. അതായത് ബോധമുള്ളവനും പഠിച്ചവനും അറിയാം ഈ ഹിന്ദു ഉണർന്നിട്ടൊന്നും കാര്യമില്ല. കാരണം ജീവിക്കാൻ വേണ്ടി വക വേണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഒറീസയിലെ ഉണർന്ന ഹിന്ദുവിൻ്റെ അകത്ത് ആദിവാസി സംഭവം കണ്ടതേ ഉള്ളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം ചോദിച്ചിട്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാം. ഈ ഒറീസയിലുണ്ടായ സംഭവം, അവിടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ആദിവാസികൾക്ക് അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ മേഖലയിൽ 100% ഇങ്ങനൊരു സംഭവം ഉണ്ടാവത്തില്ല. അവരിടപെടും, അവരവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. കാരണം അവരവിടെ പോയി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരോട് സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ ഇന്ത്യയിലെ സനാതന ധർമ്മത്തിനകത്ത് ഇതൊന്നും പറയുന്നൊന്നുമില്ല. സനാതന ഇതൊന്നും കേൾക്കത്തു. കാരണം അവന് ഈ പറയുന്ന അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും ആദിവാസിയും ബാക്ക്വേർഡ് ക്ലാസ്സാണ് അവൻ്റെ പ്രശ്നം. അവൻ്റെ വീട്ടിൽ നിന്നോ അവൻ്റെ ഓഫീസിൽ നിന്നോ അവൻ ഇറങ്ങി വന്ന് ചോദിക്കത്തില്ല ഈ പാവം പിടിച്ച ആദിവാസിയുടെ പ്രശ്നം എന്താണെന്ന്. അതാണ് ഹിന്ദുയിസം, അതായത് ഹിന്ദുത്വ. അതാണ് ഉണർന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഹിന്ദുക്കൾ ഉണരുകയാണെങ്കിൽ, ഞാൻ പറയാൻ വീണ്ടും, ഹിന്ദുക്കൾ ഭയങ്കരമായിട്ട് ഉണരുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഇല്ലാതാകും. അതാണ് വരാനുള്ള ദിവസങ്ങളിൽ പാടുന്ന ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ഉണർന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഈ ഹിന്ദുക്കൾ തന്നെ നശിപ്പിക്കും. അതിൻ്റെ ക്ലാസിക് തെളിവുകളാണ് ഈ പറയുന്ന പല ദിവസങ്ങളിലായിട്ട് ഗ്ലോബലായിട്ടും ഇന്ത്യയുടെ മാന്യമാണെങ്കിലും ഈ പറയുന്ന ഒറീസയിലൊക്കെ കണ്ടത്. ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഹിന്ദുക്കളല്ല ഉണരേണ്ടത്, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യവും ഇവിടെ ജനങ്ങളുമാണ് ഉണരേണ്ടത്.